സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ്. കാറിനെക്കുറിച്ച്. കാറ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാറുകളും ബൈക്കുകളും ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത് വളരെ എളുപ്പമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ടയറിൻ്റെ കാര്യമാണ്. ഈ വണ്ടിയിൽ, അതായത് ഫ്രണ്ടിലുണ്ടായിരുന്ന ടയറ് ഒരു പെട്രോൾ പമ്പിലെ ഒരു ഭ്രാന്തൻ കാറ്റടിച്ച് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മെഷീൻ ഫോൾട്ടാണ്, അപ്പോൾ 48 അടിച്ചാലേ 38 കയറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചു. വളരെ പഴയ വണ്ടിയാണ്. നമ്മുടെ കയ്യിൽ വോൾവോയും മറ്റേ ബെൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പഴയ വണ്ടിയിൽ ഈ ടയറും പഴയതാണ്. ടയർ അങ്ങനെ ഈ വണ്ടി അങ്ങനെ ഓടാറില്ല. ഇത് എൻ്റെ വണ്ടിയല്ല, ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഈ ടയറ് ഇവൻ കാറ്റടിച്ച് ഈ പെട്രോൾ ബങ്കിലെ ഈ ഭ്രാന്തൻ, ഒരു പ്രായമുള്ള ആളാണ്, പക്ഷേ അയാളെ ഭ്രാന്തെന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നു വേണ്ട 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 എന്ന് പറയുമ്പോൾ കേൾക്കണ്ടേ. ഇല്ല സാർ, ഇത് മെഷീൻ ഫോൾട്ടാണ്, ആനയാണ്, അണ്ടിയാണെന്നും പറഞ്ഞ് കാറ്റടിച്ചങ്ങ് കയറ്റി 48 49 അടിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെള്ളത്തിലൂടെയൊക്കെ ഓടുമ്പോൾ ഇത് പെട്ടെന്ന് മറ്റേ വെള്ളവും മറ്റേ ഹീറ്റും ഇതാവുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് മോശമായിട്ടുള്ള ടയറുകൾ പോവും. അങ്ങനെ പോയതാണ് ഈ ടയർ. പിന്നെ ഈ ടയർ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് ഈ സാധനം പൊട്ടിപ്പൊളിഞ്ഞിങ്ങ് വന്നു. അപ്പോൾ ഞാൻ ഈ ടയർ മാറ്റിയിട്ട് റോഡിൽ വെച്ചിട്ട് ഈ ടയർ എടുത്ത് സ്റ്റെപ്പിനിയാക്കി. സ്റ്റെപ്പിനിയിലും ഒരു മൊട്ട ടയർ ഉണ്ടായിരുന്നു, അതും വേസ്റ്റാണ്. ആ ടയർ എടുത്ത് ഫ്രണ്ടിലിട്ടു, തൽക്കാലത്തേക്ക് ആ സമയത്ത് ഓടിച്ച് എത്താനുള്ള രീതിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ടയർ മാറ്റൽ ഒരു ഇതാക്കി. അതായത് ബാക്കിൽ ഒരു നല്ല ടയർ ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് ഫ്രണ്ടിലിട്ടു. ഫ്രണ്ടിലുണ്ടായിരുന്ന ഈ മൊട്ട ടയറിനെ എടുത്ത് ബാക്കിലിട്ടു. എൻ്റെ കയ്യിൽ ഒറ്റ ജാക്കിയേ ഉള്ളൂ. ജാക്കി വെച്ചത് മതിയായില്ലേ എന്ന് പണ്ടൊരു ചോദ്യം ഉണ്ടല്ലോ. അതുപോലെ ഇത് ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഹെക്റ്റിക്കായിപ്പോയി. ബാക്ക് ടയറിൽ ഒരു പഞ്ചറുണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചറും കൂടെ ഞാൻ തന്നെ ഇട്ടു, ശരിയാക്കി. അതായത് ബാക്ക് ടയർ ഊരി അവിടെ പൊട്ടിയ ടയർ ഇട്ട് വണ്ടിയെ നിർത്തിയിട്ട് ജാക്ക് ഊരി, വണ്ടിയെ ഫ്രണ്ടിൽ ജാക്കിട്ട് ഫ്രണ്ട് ടയർ ഊരി, അത് അവിടെ ഈ ബാക്കിൽ നിന്ന് എടുത്ത പഞ്ചർ ഒട്ടിച്ച ടയറിട്ട് ഒരു 1.5 പണിയായിപ്പോയി. ഈ ജാക്ക് ഇടലും ഊരലുമാണ് ഈ പ്രശ്നം. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഈ ന്യൂസും കാര്യങ്ങളും മാത്രം ഇട്ടുകൊണ്ടിരുന്നാലൊരു ഇതില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തപ്പോൾ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുത്തു. അങ്ങനെ ഇടുകയാണ്. ഈ ടയറിൻ്റെ സ്ഥിതി കണ്ടോ? ഈ ടയറായിരുന്നു ഫ്രണ്ടിൽ. ഇതിനെ എടുത്ത് ഞാൻ ബാക്കിലിട്ടു, കാരണം ഇത് പൊട്ടിപ്പൊളിഞ്ഞല്ലോ. ബാക്കിൽ നിന്ന് ഊരിയ ടയറാണിത്. അതിൽ കുറച്ച് സോപ്പ് വെള്ളം, ഒരു പഴയ മറ്റേ ഷാമ്പൂവിൻ്റെ ബോട്ടിലിൽ നിറച്ചിട്ട് അടിച്ചു നോക്കിയപ്പോൾ പഞ്ചർ ഉള്ളത് കണ്ടു. അപ്പോൾ നമ്മൾ തന്നെ പഞ്ചർ ഇടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കുറേ നേരം ഇതാകെ കൂടെ പ്രശ്നമായി മാറി. ഞാനിത് കുറേ ആയിട്ട് ഇളക്കി. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് മെക്കാനിക്ക് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇതാക്കാൻ പറ്റില്ലെന്നാണല്ലോ. കാരണം എനിക്ക് ആ ഒരു കാര്യത്തോട് യോജിപ്പില്ല. എനിക്ക് ഈ വണ്ടി കാര്യങ്ങൾ നമ്മൾ തന്നെ റെഡിയാക്കണം എന്നുള്ളതിൽ വലിയൊരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പല പണികളും ചെയ്യാറുണ്ട് വണ്ടിയിൽ തന്നെ. ഇപ്പോൾ ഈ ആണി ഇങ്ങനെ ഇളക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവസാനം ആണി ഇളകി ഇങ്ങ് വന്നു. ഇവനായിരുന്നു. കാറ്റ് ഒരു 3 ദിവസം ആകുമ്പോൾ കാറ്റ് പയ്യെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഈ ആളാണ് പ്രശ്നക്കാരൻ. ഇവനെ എടുത്ത് നമ്മൾ പുറത്ത് കളഞ്ഞിട്ട് നമ്മൾ പഞ്ചർ ഇടാനുള്ള ശ്രമത്തിലാണ്. ഈ മറ്റേ പഞ്ചർ കിറ്റിൽ നിന്ന് ഈ മറ്റേ വാക്സ് ഇതെടുത്തിട്ട് നമ്മളത് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ദിവസം ചെയ്യാത്തത് കൊണ്ട് ഈ സംഭവം ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്.
പിന്നെ ഇത് കാറ്റ് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഒരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് ഈ സാധനം അകത്തോട്ട് കയറ്റുകയാണ്. ഒരു രക്ഷയില്ല. ഞാൻ കുറേ ശ്രമിച്ചു, കുറേ ഇങ്ങനെ വെച്ചിട്ട് ആ ടയറിൻ്റെ സ്ഥിതി കണ്ട. ഈ ടയറിനെയാണ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് ഈ പഞ്ചർ പരിപാടി വെച്ച് ഇടുകയാണ്. എന്താണേലും കുറേ നേരം ഇതിങ്ങനെ ശ്രമിച്ച് ഒരു ഹോളുണ്ടാക്കി. അങ്ങനെ ഹോളുണ്ടാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ടയറിൻ്റെ പുറത്ത് കയറി ഈ കോസ്റ്റ്യൂംസൊക്കെ നമ്മുടെ മെക്കാനിക് കോസ്റ്റ്യൂംസാണ്. ഞാനിങ്ങനെ പഴയ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ ഈ പരിപാടിക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കായിരുന്നു എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസം ചെയ്യുന്നതല്ലല്ലോ. ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശീലമാവും. ഞാൻ പിന്നെ ഇളക്കിയിട്ട് ഭയങ്കര സയൻറ്റിഫിക്കായിട്ടൊക്കെ ചെയ്യാൻ നോക്കി. ബട്ടൺസൊക്കെ ഊറിപ്പോയി നമ്മുടെ ഷർട്ടിൻ്റെ. ആകെ ആകെ പ്രശ്നം. പിന്നെ കൈയും കാലൊക്കെ വിറയ്ക്കുകയാണ്. കാരണം ഇത് കയറുന്നില്ല സംഭവം. എത്ര എനിക്ക് പവറില്ലാത്തതുകൊണ്ടാണോ അതോ ആ മറ്റേ ടീ റോഡ് ശരിയല്ലേ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അവസാനം ദേഷ്യം വന്നപ്പോൾ പിന്നെ നമുക്ക് വേറെ റോളാണല്ലോ. അടിച്ചങ്ങ് കയറ്റി. ആ കയറ്റുന്ന ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ. ഇത് കുറേ നേരം, ഇത് എത്ര നേരം എന്ന് വെച്ചിട്ടാ ഈ ടയർ ഇങ്ങനെ പഞ്ചർ ഇടുന്നത് 250 രൂപ ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റാണ്. എനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീലിംഗ് ആണ് ഇങ്ങനെ ഈ വണ്ടിയിലുള്ള മെക്കാനിക്ക് പണിയൊക്കെ ചെയ്യുന്നത്. വണ്ടി ഇത് കഴിഞ്ഞപ്പോൾ ഇതൊരു 3-4 ദിവസമായി. ഇത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു പണി കിട്ടി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആ സംഭവമാണ് ഇടാൻ പോകുന്നത്. അതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങൊക്കെ. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. പലരും വന്ന് നമ്മളെ വീഡിയോ കളിയാക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഈ പഞ്ചർ ഇങ്ങനെ ഇത് തിരിച്ച് കയറ്റി കുറേ നേരം ഇങ്ങനെ പിടിച്ചിട്ട് അവസാനം ഒറ്റ വലി അങ്ങ് വലിച്ചു കൊടുത്തു. അത് ദേഷ്യം വന്നപ്പോഴാണ് സംഭവിച്ചത്. ഒറ്റ വലി വലിച്ചപ്പോൾ സംഭവം നിന്നു. അങ്ങനെ പഞ്ചറിട്ടു. ആ പൊട്ടിപ്പോയ ടയർ ബാഗിൽ തന്നെ നിൽക്കുകയാണ്. ഈ ജാക്ക് വെക്കുന്ന സീനൊന്നും ഞാൻ ഇട്ടില്ല. ജാക്ക് കയറ്റിയിട്ട് നമ്മൾ എപ്പോഴും കയറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറ്റണം. ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കി ഒരു എടുപ്പുണ്ട്, പിടിച്ചൊരു വലിച്ചു കഴിഞ്ഞപ്പോൾ അതിന് തന്നെ തോന്നി, അയ്യോ ഇത് ഇനിയും പോയി കഴിഞ്ഞാൽ ഇവൻ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ നിന്നു. കാരണം പഞ്ചർ സക്സസ്ഫുള്ളായിരുന്നു. ഈ വലിയാണ് സംഭവം, ഒറ്റ വലിയാണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ മെക്കാനിക്കൽ ഇതിൽ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് സ്ലോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ പെട്ടെന്നൊരു വലിക്കുക, ഒരു അടി അടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഈ ജാക്ക് വെക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് സ്ലോ ആയിട്ടേ വെക്കാവുള്ളൂ. കാരണം നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് ചെറുതായിരിക്കും. പിന്നെ അതിൻ്റെ ആ ഹോൾഡിങ് പോയിൻറ്റും ചെറുതായിരിക്കും. ഇളകി അങ്ങനെ ഇളക്കി മാറ്റി. ഇനിയിപ്പോൾ ഇതിൽ കാറ്റടിക്കണം. അയ്യോ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയൊരു പമ്പാണ് ഉള്ളത്. അപ്പോൾ ആ പമ്പ് വെച്ച് കുറേ നേരം പണിത് ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ച് കയറ്റി. എന്നിട്ട് ഈ വീല് കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി ജാക്ക് വെക്കുകയാണ്. ആ ജാക്ക് അവിടെ നിന്ന് ഊരിയിട്ട് ആ പഞ്ചറിട്ടു. അപ്പം തന്നെ ജീവൻ പകുതി പോയി. പിന്നെ ഫ്രണ്ടിൽ ജാക്ക് വെക്കുകയാണ്. ഫ്രണ്ടിൽ ജാക്ക് വെച്ച് ആ മൊട്ട ടയറുണ്ട്. പൊട്ട ടയർ പുറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മൊട്ട ടയറാണ്. മൊട്ട ടയർ ഭയങ്കര ഷേക്കൊക്കെയാണ് വീല്. കാരണം മറ്റേ സ്റ്റിയറിങ്ങിൽ നിന്നുള്ള ടയറോടും കാര്യങ്ങളൊക്കെ കുറച്ച് പോയി കിടക്കുകയാണ്. വണ്ടി വളരെ പഴയ വണ്ടിയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് എന്നാലും നമ്മൾ ഗിയറിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഇളക്കി മാറ്റാൻ. ഇത് ശരിക്കും തറയിൽ നിർത്തിയിട്ട് തന്നെ നമുക്കൊന്ന് ലൂസ് ചെയ്തിട്ട് പിന്നെ ജാക്ക് കയറ്റേണ്ടതാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ജാക്ക് കയറ്റി. പിന്നെയാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇങ്ങനൊരു പണി കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ വീലൊക്കെ ഓരോ സ്ക്രൂ ആയിട്ട് അഴിച്ചു മാറ്റി
സ്ക്രൂസൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ്. സ്ക്രൂസ് ഇങ്ങനെ സൈഡിൽ വെക്കുമ്പോൾ ഇത് ഈ നമ്മൾ അഴിക്കുന്ന രീതിയിൽ തന്നെ ഈ സ്ക്രൂ ഈ ബോൾട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ബോൾട്ട് ഏത് ഹോളിലായിരുന്നോ അപ്പോൾ അതേ ഹോളിൽ നമുക്ക് ഇടാൻ സാധിച്ചാൽ അത് കറക്റ്റ്, അത് ഈസി ആയിട്ടും കയറിപ്പോവും. അതിപ്പോൾ മെക്കാനിക്കന്മാർ മറ്റേ പഞ്ചർ ഒട്ടിക്കുന്നവരൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മുടെ വണ്ടിയാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. ഇതിങ്ങനെ കയറ്റുകയാണ്. ഇതിങ്ങനെ അഴിച്ച് മാറ്റി കറക്റ്റായിട്ട് ഇതിങ്ങനെ ഏതൊക്കെ ബോൾട്ട് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഊരി എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സീക്വൻസിലാണ് നമ്മൾ ഊരിയത്. അപ്പോൾ ആ സീക്വൻസിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ബോൾട്ട് കയറുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ടയറിനെ നമ്മളിനി മാറ്റി വെച്ചിട്ട് ആ ബാക്കിൽ നിന്ന് അഴിച്ച ടയർ ഇതിലോട്ട് ഇടുകയാണ്. ഇതിലോട്ട് ഇടുക എന്ന് പറയുമ്പോൾ അതിൽ കാറ്റ് കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറി സംഭവം. അപ്പോൾ ഇതിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ ജാക്ക് പുറകിലിട്ട് പിന്നെ ജാക്ക് എടുത്ത് ഫ്രണ്ടിലിട്ട് സസ്പെൻഷനൊക്കെ പോയി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആ ബോൾട്ട് അതാണ് ഈ ഇളകുന്നത്, അത് ലോവർ ആം എന്ന് പറയും. അതിങ്ങനെ കിടക്കിടന്ന് അടിക്കുന്നതുകൊണ്ട് ആ ബുഷ് പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീല് ടയർ പെട്ടെന്ന് തേയുന്നത്. വണ്ടി സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ടയർ പെട്ടെന്ന് തേഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഓപ്പോസിറ്റായിട്ടുള്ള ബോൾട്ടുകൾ ഇടുക. നമ്മൾ ഇതിൽ പഞ്ചർ ഒട്ടിച്ചിട്ട് മറ്റേ വീല് മാറ്റുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെ ഇതിട്ടു. ഇനി ഇതിനെ ടൈറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ഒന്നിന്ന് തുടങ്ങുകയാണ്. പുറകിൽ പോയി ഈ ജാക്ക് ഊരണം. ഊരിയിട്ട് പുറകിൽ ജാക്ക് ഇടണം. എന്നിട്ട് പുറകിലത്തെ വീൽ അഴിച്ചു മാറ്റി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഊരിയ ആ ടയർ ആ വീല് കൊണ്ട് പുറകിലിടുകയാണ്. ഇത് ഈ ഡബിൾ വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡബിൾ വർക്കായിപ്പോയി. ഇത് മാത്രം ഷേക്കാണ് വീലിന്. അപ്പോൾ ഇങ്ങനെ ഷേക്കോടെ ഓടിക്കാൻ ശ്രമിക്കരുത്. വളരെ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ വളരെ അധികം അപകടകാരിയാണ് ഇങ്ങനെ ഷേക്കോടെ വീൽ ഓടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിങ്ങനെ ഇനി ടൈറ്റാക്കി റെഡിയാക്കി, അത്യാവശ്യം റെഡിയാക്കി. ഇതങ്ങനെ വലുതായിട്ട് ഓടുന്ന വണ്ടിയല്ല, അങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോകാറില്ല. കൂടി വന്നാൽ ഒരു 5 കിലോമീറ്റർ അങ്ങനത്തെ വണ്ടിയാണ്. ഇതിനെ ടൈറ്റാക്കി. ഓക്കെ, ടൈറ്റായിപ്പോയി. ഇനി കുറച്ച് ചവിട്ടിയും കൂടെ ടൈറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചവിട്ടിയും കൂടെ ടൈറ്റാക്കി, നമ്മളെ ലോറിയിലൊക്കെ ചെയ്യുന്ന പോലെ. കാരണം 1-2 ബോൾട്ടെങ്കിലും അങ്ങനെ ചവിട്ടി ടൈറ്റാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ബോൾട്ടിൻ്റെ പുറത്ത് ഭയങ്കര പ്രഷറാണ്. ഞാൻ മറ്റേ ജാക്ക് ഊരുന്നത് വെക്കുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭ്രാന്തായി പോകും. ഇപ്പോൾ തന്നെ 10-13 മിനിറ്റ് ആയല്ലോ. അങ്ങനെ ബാക്കിൽ ജാക്ക് ഇങ്ങനെ കയറ്റി. ആ സ്ഥലമാണെങ്കിൽ ഇത്തിരി പോകുന്ന ഒരു സ്ഥലം. പിന്നെ നമ്മുടെ ജാക്ക് എൻ്റെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പിയാണ്. ഞാൻ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത ഒരു കമ്പിയാണ്. കാരണം അതിൻ്റെ ലിവർ കാണാനില്ല. അങ്ങനെ ഈ ടയർ നമ്മൾ ഊരി മാറ്റുകയാണ്. ഇതാണ് നമ്മുടെ പൊട്ടിയ ടയർ. ഒരു 1.5 പൊട്ടലായിരുന്നു അത്. എന്നാലും പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ അതും ഫ്രണ്ടിലാണ്. ഞാൻ ഈ വണ്ടി ആയതുകൊണ്ട് സ്ലോ ആയിട്ടാണ് പോവുക. അങ്ങനെ 40-30 ആ റേഞ്ചിൽ പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മുടെ ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കുകയാണ്. അലൈൻ ചെയ്ത് വെച്ചിട്ട് ഈ വീൽ ഊരിയിട്ട് ഇത് 1 മണിക്കൂർ പിടിച്ചു. കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി അത്രയും നല്ലതല്ലല്ലോ. എന്തൊരു പൊട്ടലാണ്. പുതിയ ടയറാണ് കേട്ടോ. നമുക്ക് 1/2 കിലോമീറ്റർ നിങ്ങളൊരു 80 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. 1/2 കിലോമീറ്റർ മതി. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഊരിയ ആ മൊട്ട ടയർ, ഇതും പോക്കാ ടയർ. ഇത് തൽക്കാലത്തേക്കുള്ള
കാരണം നമ്മുടെ ടയർ കടയിൽ എത്തുന്നവരെ ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഈ വീൽ ഊരി എടുത്തുകൊണ്ട് പോകണം, ഇത് അവിടെ ഊരി മാറ്റി ടയർ വേറെ ഫിറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതൊക്കെ വളരെ മെനക്കേടാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നോക്കുമ്പോൾ ഇത് കയറുന്നില്ല. കാരണം ഇതിൽ കാറ്റുണ്ട്, മറ്റേതിൽ കാറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കുറച്ചായിട്ട് ഇത് പൊക്കിക്കഴിഞ്ഞാൽ കയറി. ഇത് കയറുന്നില്ല. ഇങ്ങനത്തെ സ്ഥിതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെച്ച് നമ്മൾ തെള്ളരുത്. കയറുന്നില്ലെങ്കിൽ ജാക്ക് കുറച്ചുകൂടെ പൊക്കുക. നിങ്ങൾ തെള്ളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഷർ കാരണം ജാക്കിൽ എന്തെങ്കിലും ഒരു സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ ഇരുന്ന് പോകും. വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പണിയാട്ടോ. വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ മരിച്ചാൽ 4 പേര് വേണം പൊക്കാൻ എന്നൊക്കെ പറയില്ലേ, ആ സ്ഥിതിയാണ്. 4-5 ആൾക്കാർ വേണ്ടി വരും പൊക്കാൻ. പിന്നെ കുതിര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ജാക്കിനെ പോലെ തന്നെ വേറെ ഒരു സംഭവമാണ്. അത് പിന്നെ കല്ലോ ഒക്കെ കുതിരയൊക്കെ വെച്ച് ഇതിനെ പൊക്കി നിർത്തി, അത് ഭയങ്കര പണിയായി പോകും അത്. അപ്പോൾ ഈ സംഭവം ജാക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കയറ്റിയിട്ട് നോക്കിയപ്പോൾ ഈസി ആയിട്ട് ആശാൻ അങ്ങ് കയറിപ്പോയി. നമ്മൾ വെച്ച് ബലം പ്രയോഗിക്കരുത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബലം പ്രയോഗിച്ചാൽ പണി കിട്ടും. കയറി ഇനിയിപ്പോൾ സ്ക്രൂ ഇട്ട് ഈ ബോൾട്ട് ഇട്ട് മുറുക്കുകയാണ്. നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. അപ്പം ഇത് ബോൾട്ട് ഇട്ട് മുറുകി കഴിയുമ്പോൾ സംഭവം കഴിഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ പോയി ടയർ മാറ്റി. ടയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ടയറൊന്നും ഇടാറില്ല. കാരണം പുതിയ ടയറിനുള്ള സാമ്പത്തികം നമുക്കില്ല. 8,000-10,000 ഒക്കെയാണ് പുതിയ ടയർ. കാരണം ഇത് 16 ഇഞ്ച് റിമ്മാണ് ഈ റിമ്മ്. അപ്പോൾ 10,000 രൂപയുടെ 2 ടയർ മേടിക്കണമെങ്കിൽ നമ്മൾ പെട്ടുപോകും. 16,000 രൂപയ്ക്കുണ്ട്. എന്നാലും നമുക്ക് എനിക്ക് ഈ കുറഞ്ഞ വിലയിൽ നല്ല സാധനം, അത് നമ്മുടെ ഒരു കൺസെപ്റ്റാണല്ലോ. വില കുറയുമ്പോൾ സാധനത്തിൻ്റെ ക്വാളിറ്റിയും കുറയുമെന്നാണ്, അതാണ് സത്യം. അത് നമുക്കറിയാം. എന്താണെങ്കിലും സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. ആ ടയർ ഞാൻ 2,000 രൂപയ്ക്ക് മേടിച്ച ടയർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ അതും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ടൈറ്റാക്കി നമ്മുടെ പണി കഴിഞ്ഞു. ഭയങ്കര ക്ഷീണമായിരുന്നു. കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ടൊരു കിടത്തമായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞാണ് ഉണർന്നത്. ജാക്ക് നമ്മൾ ഊരി മാറ്റുകയാണ്. എന്താണേലും ഈ ടയർ പക്ഷേ എന്നെ രക്ഷിച്ചു കേട്ടോ. 10-15 കിലോമീറ്റർ ഈ ടയറും കൊണ്ടാണ് ഞാൻ പോയത്. 10-15 കിലോമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ടയറാണ് മേടിച്ചത്. 2,000 രൂപയ്ക്ക് ഇതുപോലെ ഒരു ടയർ എന്ന് പറയുമ്പോൾ സൂപ്പറല്ലേ. നോക്കിയേ, ബട്ടനൊക്കെ സൂപ്പറാണ്. 2,000 രൂപ ചിലർ പറയും അത് കൂടുതലാണെന്ന് പറയും. പിന്നെ ഇത് സ്റ്റെപ്നിയാണ്. സ്റ്റെപ്നിക്ക് ഇത്രയൊക്കെ മതി. എന്താണേലും ഭയങ്കര പണിയായിരുന്നു, ഭയങ്കര പരിപാടിയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ വീഡിയോകളല്ല ഇത്. ഓക്കെ ഗൈസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക്